അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്ന് ലോകത്തിലെ സ്നേഹബന്ധം എന്നൊക്കെ പറയുന്നത്. ആവശ്യ നേരത്തെ ആർക്കും ആരെയും കിട്ടാൻ പറ്റുന്നൊരവസ്ഥയിലല്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുക. എന്താ ചോദ്യം? കാമസ്യ എന്ന ഇന്ദ്രിയപ്രീതി. ഇത്രയും കാലം പലതും എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇത്രയും കാലം എനിക്ക് പറ്റിയിട്ടില്ല. ഇവിടെയാണ് നമ്മുടെ പൂർവികന്മാരൊക്കെ വഴികാട്ടികളായിത്തീരുന്നത്. എല്ലാ ഭോഗസുഖങ്ങളും അതിന്റെ ഔന്നിത്യത്തിൽ അനുഭവിച്ചവരാണ് പൂർവികന്മാര്. ഇന്ന് കല്യാണം കഴിച്ച ഒരു ഭാര്യയുള്ളൂ. അന്ന് രാജാക്കന്മാർ 6, 7, 10, 15 കല്യാണം കഴിച്ചവരാണ്. അപ്പൊ കാമസുഖം അനുഭവിച്ച് തൃപ്തിപ്പെട്ടവരായിരിക്കണം അവർ. കുറെ മക്കള്, കുറെ സ്വത്ത്, കുറെ സൗകര്യങ്ങൾ, ഇതൊക്കെ അനുഭവിച്ച് ഒരു ദിവസം കൊട്ടാരത്തിൽ നിന്നും എല്ലാ ആഭരണങ്ങളും രാജകീയ വസ്ത്രങ്ങളും അഴിച്ചു വെച്ചുകൊണ്ട് കാട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു രാജാക്കന്മാരുടെ പരമ്പര നമ്മുടെ ഈ ഭാരതഭൂമിയിലുണ്ടായിരുന്നു. ഇത്രയൊക്കെ ഭാര്യമാര്, നിങ്ങൾ അംബരീഷിന്റെ ചരിത്രമൊക്കെ വായിക്കുമ്പം സുതേഷു ധാരേഷു, എന്താ അദ്ദേഹത്തിന് എത്ര മക്കൾ, എത്ര ഭാര്യമാര്. ഒരുപക്ഷെ പലപ്പോഴും എക്സാഗ്രേഷൻ ആണോ എന്നറിയില്ല. നമുക്ക് കാണാൻ ചിത്രകേതുവിന്റെ കഥ പറയുമ്പം 1000 ഭാര്യമാരെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഭാഗവതത്തിൽ. എന്നാലും അത്രയൊന്നും ഉണ്ടാവില്ല ഒരാൾക്ക്. അതൊക്കെ വളരെ പ്രയാസം തന്നെയായിരിക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചരിത്രം അത് പിന്നെ പോട്ടെ, ഭഗവാനല്ലേ എന്ന് വയ്ക്കാം. ഭഗവാന്റെ പിതാവിന്റെ ചരിത്രം നോക്കൂ, 8, 7 ഭാര്യമാര്. ഇങ്ങനെ എല്ലാ കാമസുഖങ്ങളും ഭോഗസുഖങ്ങളും അതിന്റെ ഔന്നിത്യത്തിൽ അനുഭവിച്ച്, പരമകാഷ്ഠയിൽ അനുഭവിച്ച് ഒരു ദിവസം കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോകണമെങ്കിൽ അയാളുടെ മനസ്സ് എത്ര പക്വതയിലേക്ക് വളർന്നിരിക്കും. അങ്ങനെ അനുഭവിക്കുമ്പോഴും അവരുള്ളിന്റെ ഉള്ളിൽ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. എന്താണ് അന്വേഷണം? ഇതിലൊന്നും ഞാൻ തൃപ്തനല്ല, ഒരു ദിവസം എന്റെ മനസ്സിനെ ഇതിൽ നിന്നും ഞാൻ ഉയർത്തിയേ പറ്റുള്ളൂ. അങ്ങനെ കൊട്ടാരം വിട്ട് ഒരു ഭാര്യയുമില്ല. അദ്ദേഹം എല്ലാ രാജകീയ വസ്ത്രങ്ങളും അഴിച്ചുവെച്ച് മൃഗങ്ങൾ വസിക്കുന്ന കാട്ടിൽ അവിടെ പോയി ധ്യാനത്തിനിരിക്കുമ്പോൾ ഈ ഭാര്യമാരിലൂടെയും അല്ലെങ്കിൽ ഭർത്താക്കന്മാരിലൂടെയും അല്ലെങ്കിൽ മറ്റു ഭോഗവസ്തുക്കളിലൂടെയൊക്കെ അനുഭവിച്ച സുഖത്തിന്റെ അപ്പുറത്തൊരു സുഖം അവിടെ അനുഭവിച്ചിരുന്നു നമ്മുടെ പൂർവികന്മാരെന്ന് പറയാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ വിവേകത്തോടുകൂടിയിട്ടാണ് അവർ കടന്നുപോയത്. ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഇത് തുടർന്നു കൊണ്ടുപോയാൽ മാത്രം എന്റെ ജീവിതം ധന്യമാകുമോ? അപ്പൊ അവർക്ക് മനസ്സിലായി, അവർക്കതൊന്ന് വിട്ടു നിൽക്കാനും സാധിച്ചതെന്ന് പറയാണ്. അപ്പോ എന്ത് വേണം? ശൗനകാദി ഋഷീശ്വരന്മാർ പറയുന്നു, ശൗനകാദി ഋഷീശ്വരന്മാരോട് പറയുന്നു, കാമസ്യനേന്ദ്രിയ പ്രീതി. ഭർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോഴും മക്കളുടെ കൂടെ ഇരിക്കുമ്പോഴും ഇതിലല്ല യഥാർത്ഥ സുഖം എന്ന്, സംതൃപ്തി എന്ന് മനസ്സിനെ പറഞ്ഞ് പരിശീലിപ്പിക്കണം. സുഖം അനുഭവിക്കണമെങ്കിൽ ഭക്തിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പൊ ഭക്തിയും കൂടി ഉണ്ടെങ്കിൽ ഭർത്താവ് ജീവിച്ചിരുന്നാലും കുഴപ്പമില്ല, ഭർത്താവ് പോയാലും കുഴപ്പമില്ല, മക്കൾ ജീവിച്ചിരുന്നാലും കുഴപ്പമില്ല, മക്കൾ പോയാലും കുഴപ്പമില്ല, ഒറ്റയ്ക്കിരുന്നാലും കൂടെ ആടിരുന്നാലും കുഴപ്പമില്ല. മനസ്സിനെ ഉയർത്താൻ സാധിക്കുന്നവരെയാണ്. ഭക്തിയാകുന്ന ഔഷധത്തിലൂടെ ജീവിതത്തിന്റെ വേദനകളെ പരിഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്ത് വേണം? തസ്മാൽ ഏകേന മനസാ ഭഗവാൻ സത്വരം പരി ശ്രോതവ്യകീർത്തിതവ്യശ്ച ശ്രദ്ധേയശ്ച പൂജശ്ച നിത്യത. ഏകേന മനസ, താല്പര്യമുള്ള മനസ്സോടുകൂടിയിട്ട്, ഏകാഗ്രമായ മനസ്സോടുകൂടിയിട്ട് ഈ ഭാഗവതത്തെ, ശൗനകാദികളെ, ഋഷീശ്വരന്മാരെ നിങ്ങൾ ശ്രവിക്കൂ, കേൾക്കൂ. നിങ്ങൾക്ക് ആ ഭക്തി കൈവരിക്കാൻ സാധിക്കുന്നു. അങ്ങനെ മനസ്സിൽ ഈ ഭക്തി കൈവന്നാലോ, ഏവം പ്രസന്ന മനസോ ഭഗവൽ ഭക്തിയോഗത ഭഗവൽ തത്വവിജ്ഞാനം മുക്തസംഘസ്യ ജായതേ. ഏവം പ്രസന്ന മനസോ, മനസ്സ് പ്രസന്നമായിത്തീരും ഈ ഭക്തിയിലൂടെ. അപ്പോ മനസ്സിൽ എന്ത് കാണാൻ സാധിക്കും? ഭഗവൽ ഭക്തിയോഗത ഭഗവൽ തത്വവിജ്ഞാനം. ഭഗവാൻ കൂടെയുണ്ട്, എപ്പോഴും ഭഗവാനിലാണ് താൻ ഇരിക്കുന്നതെന്ന വിജ്ഞാനം ഉറച്ചു കിട്ടിയാൽ മുക്തസംഘസ്യ ജായതേ, എല്ലാ വേദനകളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മുക്തരായിത്തീരാൻ സാധിക്കും. ഇത് പറഞ്ഞ ഉടനെ തന്നെ ഉപനിഷത്തിലെ ഒരു മന്ത്രം ഇവിടെ പറയാണ്. വിദ്യതേ ഹൃദയഗ്രന്ഥി ചിദ്യന്തേ സർവസംശയാ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ടേവാത്മനീശ്വരേ. നമ്മളിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിൽ ഭക്തി ഉറച്ചു കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ സംശയങ്ങളും എല്ലാ തരത്തിലുള്ള നമ്മുടെ ദുഃഖങ്ങളും
പൊട്ടിച്ചതറി മാറിപ്പോകുമെന്ന് പറയാണ്. ഒരു മുട്ടയിലിരിക്കുന്ന പക്ഷിക്കുഞ്ഞ് അമ്മ അടയിരുന്ന സമയമായി കഴിഞ്ഞാൽ ആ മുട്ടയുടെ തോട് പുറം ഭാഗം പൊട്ടിച്ചുകൊണ്ട് അത് കുട്ടി പുറത്തു വരുന്നത് പോലെ നമ്മളിലുള്ള ഭക്തി അങ്ങോട്ട് പ്രകടമാവാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേദനകളും ദുഃഖങ്ങളുമാകുന്ന കൂടുകളൊക്കെ പൊട്ടിച്ചതറി നമ്മൾ അതിൽ നിന്ന് മുക്തരായിത്തീരുന്നവരെയാണ്. മനസ്സുകൊണ്ട് നമ്മൾ സ്വതന്ത്രരായിത്തീരും. പിന്നെ ഒരു വികാരങ്ങൾക്കും നമ്മളെ അസ്വസ്ഥരാക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത്. നല്ലതും ചീത്തതും വന്നു പോയാലും അതൊന്നും മനസ്സിനെ ചഞ്ചലമാക്കില്ല എന്ന് നമുക്ക് ഭാഗവതം ഉറപ്പു തരികയാണ്. ഒരുതരം ചിന്തകളാണ് നമ്മളെ അസ്വസ്ഥമാക്കുന്നതെങ്കിൽ ഭക്തിയിലേക്ക് വളർന്നു കഴിഞ്ഞാൽ ചിന്തകളൊക്കെ തളർന്നു പോവും. ചിന്തകൾക്കൊന്നും ശക്തി ഉണ്ടാവില്ല. ഇതുപോലെ വറുത്ത വിത്തുകൾ കുഴിച്ചിടുന്നത് പോലെ പറയാണ്. വറുത്ത വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മുളയ്ക്കാൻ പറ്റില്ല. അതുപോലെ മനസ്സ് ഒരിക്കൽ ഭക്തിയിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ ചിന്തകളൊക്കെ വറുത്ത വിത്ത് പോലെ പിന്നെ നമ്മളെ വേദനിപ്പിക്കാൻ അതിനൊന്നും സാധിക്കില്ല എന്ന് പറയുകയാണ്. ഇപ്രകാരം പറഞ്ഞിട്ട് പറയുന്നു, അതുകൊണ്ട് ജീവിതത്തിൽ വ്യക്തമായ ഒരു വീക്ഷണമുള്ളവരായി തീരൂ. എന്താണ് ആ വീക്ഷണം? 4 കാര്യങ്ങൾ നല്ലവണ്ണം മനസ്സിൽ ഉറപ്പിക്കൂ. എന്തൊക്കെയാണത്? ഞാനും നിങ്ങളും നമ്മളായി തീർന്നിരിക്കുന്നത് വാസുദേവൻ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കൂടുതൽ സ്നേഹിക്കേണ്ടതും ആരെയാണ്? ഉറപ്പായിട്ടും വാസുദേവനെയാണ്. ജീവിതം നയിക്കേണ്ടതും വാസുദേവനിലേക്കാണ്. ജീവിതം അവസാനം എത്തിച്ചേർക്കേണ്ടതും വാസുദേവനിലാണ്. വാസുദേവനുള്ളതുകൊണ്ട് നാം നാമായിത്തീർന്നിരിക്കുന്നു. ആ വാസുദേവനെ സ്നേഹിച്ചാലേ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുള്ളൂ. ആ വാസുദേവനിലേക്കാണ് ജീവിതം നയിക്കേണ്ടത്. അവസാനം ആയിത്തീരേണ്ടതും വാസുദേവൻ തന്നെയാണ്. അതിവിടെ കാണിച്ചു എന്ന് പറയുന്നു. വാസുദേവ പരാവേദാം വാസുദേവ പരാമഖ വാസുദേവ പരായോഗ വാസുദേവ പരാക്രിയ വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപ വാസുദേവ പരോ ധർമ്മോ വാസുദേവ പരാഗതി. വാസുദേവനിൽ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് വാസുദേവനാണ് എന്നെ വാസ്തവത്തിൽ നിലനിർത്തുന്നതെന്ന ബോധ്യത്തോടുകൂടിയിട്ട് വാസുദേവ പ്രേമത്തിലൂന്നി ജീവിക്കാൻ ഭാഗവതം നമ്മെ ഓർമ്മിപ്പിക്കണം. ഇത്രയും പറഞ്ഞ് ഈ ഭാഗം ഉപസംഹരിപ്പിക്കുന്നു. പിന്നീട് 3-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇവിടെ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം പറയാണ് സൂതൻ. പറഞ്ഞു, ഭഗവാൻ നിങ്ങൾ കേട്ടിരിക്കും ഒരുപക്ഷെ 10 അവതാരം എടുത്തിട്ടുള്ളൂ എന്ന്. മത്സ്യം, കൂർമ്മം, വരാഹം തുടങ്ങിയിട്ടുള്ള ദശാവതാരങ്ങളെക്കുറിച്ച് കേട്ടിരിക്കുന്നു. എന്നാൽ ശൗനകാദി ഋഷീശ്വരന്മാരെ ഭഗവാന് അത്രയും നല്ല അവതാരമുള്ളത്. പിന്നെയോ അനേകം അവതാരങ്ങൾ ഉണ്ടെങ്കിലും ചിലതൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഭഗവാന്റെ 22 അവതാരങ്ങളെക്കുറിച്ചുകൂടെ പറയാണ്. അതിലാദ്യത്തെ അവതാരം എന്ന് പറയുന്നു സൈവ പ്രഥമം ദേവം കൗമാരം സർഗമാസ്ഥിതാം ചചാര ദുശ്ചരം ബ്രഹ്മചര്യമഖണ്ഡിതം. അഖണ്ഡ ബ്രഹ്മചര്യ വ്രതമെടുത്ത സനൽകുമാരാദി ഋഷീശ്വരന്മാരെ, അവരെയാണ് ഇവിടെ കൗമാരം എന്ന് വിളിക്കുന്ന കുമാരന്മാരായിരിക്കുന്ന 4 പേര്. സനകൻ, സനന്ദൻ, സനൽകുമാരൻ, സനാതനൻ എന്ന പേരിൽ 4 പേരാണ് ആദ്യത്തെ ഭഗവാന്റെ അവതാര പുരുഷന്മാര്. തുടർന്ന് പിന്നീട് യജ്ഞേശ സൗകരം വപു, ഭഗവാൻ യജ്ഞമൂർത്തിയേറ്റെടുത്ത രൂപം. അതാണെന്ന് വൈകുന്നേരം നമ്മൾ കാണാൻ പോകുന്ന വരാഹ അവതാര രൂപം എന്ന് പറയുന്നത്. 3-ാമത്തെ അവതാരം എന്ന് പറയുന്നത് നാരദ മഹർഷിയുടെ അവതാരത്തെക്കുറിച്ചാണ്. 4-ാമത്തെ അവതാരത്തെക്കുറിച്ച് പറയുന്നത് നരനാരായണ ഋഷി. അതൊക്കെ നാളെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് വരും. ആരാണ് നരനാരായണ ഋഷി എന്ന് 4-ാമത്തെ സ്കന്ധത്തിൽ വിസ്തരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ പഞ്ചമ കപിലോ നാമ കപിലാവതാരത്തെക്കുറിച്ച് പറയാണ്. പഞ്ചമം 5-ാമത്തെ അവതാരമായിട്ട്. 6-ാമതായിട്ട് ഷഷ്ടേ അത്രേ പ്രത്യത്വം വൃതപ്രാപ്തോ അനസൂയാദേവിയിലൂടെ ഭഗവാനുണ്ടായ അവതാരപുരുഷനാണ് ദത്താത്രേയ മഹർഷി എന്ന് അത് നാളെ 4-ാം സ്കന്ധത്തിൽ പറയും. പിന്നീട് 11-ാമത്തെ സ്കന്ധത്തിൽ ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ പിതാവായ യദുവും ആ അവധൂതനും തമ്മിലുള്ള സംവാദം വരുമ്പോൾ അവിടെ വിസ്തരിക്കും. അതിനുശേഷം സപ്തമാവതാരമായിട്ട് 7-ാമത്തെ അവതാരമായിട്ട് യജ്ഞമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചു എന്ന് പറയണം. പിന്നീട് അഷ്ടമേ മേരുദേവ്യാം
8ാമത്തെ അവതാരമായിട്ട് മേരുദേവിയിലൂടെ നാഭി ചക്രവർത്തിക്ക് ഋഷഭനായിട്ട് ഭഗവാൻ അവതരിച്ചു. അതും മറ്റന്നാൾ വരും. നാളെ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റന്നാൾ ആ ഭാഗങ്ങൾ 5ാമത്തെ സ്കന്ധത്തിൽ കടന്നു വരും. അത് കഴിഞ്ഞിട്ട് നവമം 9ാമത്തെ അവതാരമായിട്ട് പാർത്ഥിവംബഹു, ഈ പൃഥ്വിയെ രക്ഷിക്കാനായിട്ട് അനുഗ്രഹിക്കാനായിട്ട് വന്ന ഭഗവൽ അവതാരമാണ് പൃഥു അവതാരം. അതും മറ്റന്നാൾ നമുക്ക് കൂടുതൽ വളരെ രസകരമായിട്ട് ആ ഭാഗങ്ങൾ വരും. അത് കഴിഞ്ഞിട്ട് രൂപം സജഗൃഹീയമാസ്യം ചക്ഷുഷോദരി സംപ്ലവേ, അങ്ങനെ ഭഗവാൻ 10ാമത്തെ അവതാരമായിട്ട് മത്സ്യാവതാരത്തെ എടുത്തു പറയാണ്. അത് കഴിഞ്ഞിട്ട് 11ാമത്തെ അവതാരമായിട്ട് കമടരൂപേണ, കമടമായിട്ട് കൂർമ്മമായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ 12ാം ദ്വാദശമായിട്ട് ധന്വന്തരി മൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചു എന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭഗവാൻ 13ാമത്തെ അവതാരമായിട്ട് മോഹിന്യാമോഹയൻ, മോഹിനി രൂപത്തെ എടുത്തു എന്നാണ്. അപ്പൊ ഇതൊന്നും നമ്മൾ അവതാരമായിട്ട് കണക്കാക്കിയിട്ടില്ല, പക്ഷെ ഇതൊക്കെ അവതാരമായിട്ട് ഭാഗവതം പറയുന്നു. അത് കഴിഞ്ഞിട്ട് ചതുർദശം നാരസിംഹം, 14ാമത്തെ അവതാരമായിട്ട് നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ വന്നു എന്നാണ്. പഞ്ചദശം വാമനകം അവതാരേ ഷോഡശമേ പശ്യൻ ബ്രഹ്മദ്രുഹു, 16ാമത്തേതായിട്ട് ക്ഷത്രിയന്മാർ, ദുഷ്ടന്മാരായ ക്ഷത്രിയന്മാരെ നിഗ്രഹിക്കാനായിട്ട് വന്ന പരശുരാമാവതാരത്തെക്കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞിട്ട് സപ്തദശേ ജാത സത്യവത്യാംബരാശരാൽ, പരാശര മഹർഷിക്ക് സത്യവതി ദേവിയിലൂടെ ഉണ്ടായ വ്യാസര്, അതാണ് വ്യാസരുടെ മഹത്വം. താൻ ഭഗവാന്റെ അവതാരപുരുഷനായിട്ട് വ്യാസർ തന്നെ എഴുതി വച്ചിരിക്കുകയാണ്. വ്യാസായ വിഷ്ണുരൂപായ, ഭഗവാന്റെ അത് തന്നെ വിസ്തരിച്ച് പറയുകയാണ്, താൻ വിഷ്ണുവിന്റെ ഭഗവാന്റെ അവതാരം തന്നെയാണെന്ന്. അത് കഴിഞ്ഞിട്ട് 18ാമത്തെ അവതാരമായിട്ട് രാമാവതാരത്തെക്കുറിച്ച് പറയുന്നു. പിന്നീട് ഏകോനവിംശേ വിഷ്ണുശുപ്രാപ്തി രാമകൃഷ്ണോ, 19ഉം 20ഉമായിട്ട് ഭഗവാൻ ബലരാമസ്വാമിയായിട്ടും ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയായിട്ടും ഇവിടെ അവതരിച്ചത് പറയുന്നു. പിന്നീട് 21ാമത്തെ അവതാരമായിട്ട് ബുദ്ധദേവനെ പറയുകയാണ്. ബുദ്ധമതം ഉണ്ടായതിന്റെ പിന്നിലുള്ള ബുദ്ധഭഗവാൻ ഭാഗവതത്തെ സംബന്ധിച്ച് ഭഗവാന്റെ ഒരു അവതാര പുരുഷനാണ്. ഒരുപക്ഷെ അന്നത്തെ ഹിന്ദുക്കളത് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം മറ്റൊരു മതത്തെ എടുത്ത് മാറിക്കളഞ്ഞത്. ഹിന്ദുമതത്തിൽ അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിച്ചില്ലേ ഹിന്ദുക്കൾക്ക്. അതുകൊണ്ട് അന്ന് ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ വളരെ അധപ്പതിച്ചൊരു മതമായിരുന്നു ഹിന്ദുമതം. കുറെ യാഗങ്ങൾ, അതിന്റെ പേരിൽ കുറെ മൃഗങ്ങളെ ബലിയർപ്പിക്കുക. ഇതിനപ്പുറമൊന്നും സൂക്ഷ്മമായി പഠിക്കാനോ മനസ്സിലാക്കാനോ തയ്യാറാവാതെ ജനങ്ങൾ അധപ്പതിച്ചപ്പോ ബുദ്ധന് തോന്നി, ഇനി ഹിന്ദുമതം എന്ന പേരിൽ നിന്നാൽ ശരിയാവില്ല, മറ്റൊരു തലങ്ങളിലേക്ക് ഞാൻ ആളുകളെ ഉയർത്തേണ്ടതുണ്ട്. അങ്ങനെ വളരെ സംയമനത്തിന്റെ ഒരു മതം ഉണർന്നു വന്നു. അതാണ് ബുദ്ധമതം എന്ന് പറയുന്നത്. ഇന്ന് നോക്കൂ, നമ്മളൊക്കെ ഈ ഭാഗവതം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് കുറെ കോപ്പരാട്ടിത്തരങ്ങളായിത്തീരുന്നവരെയാണ്. ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ആളുകൾ മനസ്സിലാക്കിയിരിക്കണം. എന്തൊക്കെയോ ചില വെടിക്കെട്ടും അതുപോലെ തന്നെ ഉത്സവങ്ങളും, അതുപോലെ തന്നെ ഉത്സവം എന്ന് പറഞ്ഞാൽ ക്ഷേത്രോത്സവങ്ങളല്ല, ഈ കുറെ നാടകവും കൂത്തും കള്ളും കുടിയും ഇതൊക്കെയാണ് ക്ഷേത്രാചാരങ്ങൾ, ക്ഷേത്രം എന്ന് പറയുന്ന മനസ്സിലാക്കിയിരിക്കുന്ന ആളുകൾ, ഭൂരിപക്ഷ ആളുകളും. അതുകൊണ്ട് ഒരു വശത്ത് നമുക്ക് അഭിമാനിക്കാം, മറുവശത്ത് നമുക്ക് ഏറെ ഖേദകരമായ അനുഭവങ്ങളുണ്ട്. എന്താണത്? ഇന്ന് ക്ഷേത്രങ്ങളൊക്കെ പുരോഗതി പ്രാപിക്കുന്നുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും, പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ജീർണോദ്ധാരണം സംഭവിക്കുന്നുണ്ട്. അവിടെ ലക്ഷാർച്ചനകളും പുഷ്പാഞ്ജലികളും ഒക്കെ കൂടിക്കൂടി വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു ബിസിനസ്സിലേക്ക് പോകുന്നില്ലേ എന്നൊരു സംശയമില്ലേ? ഒരു വശത്ത് നിങ്ങൾ നോക്കൂ. കാര്യം തീർച്ചയായിട്ടും ഇന്നിപ്പോ അതിനൊരു മാറ്റം വരുന്നുണ്ട്. ക്ഷേത്രങ്ങളിലൊക്കെ സപ്താഹയജ്ഞങ്ങളൊക്കെ നടത്തുന്നുണ്ട്, പലതും നടക്കുന്നുണ്ട്. ഇവിടെയാണ് എത്ര ആളുകളാണ് ഇത് ഉൾക്കൊള്ളാൻ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഈ ഭാഗവതം കേൾക്കണം, ഭാഗവതം മനസ്സിലാക്കണം. കേവലം ക്ഷേത്രത്തിൽ പോയി ആ പ്രദക്ഷിണവും വെച്ച് ഒരു ചന്ദനക്കുറി തൊട്ട് പോയാൽ മാത്രം ഭക്തിയിലേക്ക് നാം ഉയരുന്നുണ്ടോ? നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ടോ? അവിടെയൊക്കെയുള്ള ചിന്തനങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഹിന്ദുമതത്തെ ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല എന്നാണ്. മനസ്സിലാവില്ല. അതിന്റെ ഒരു വശം മാത്രമേ നമ്മൾ ആയിത്തീരുന്നുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ ഹിന്ദുക്കളായ നമ്മളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ട് അമേരിക്കയിൽ പോയിട്ട് പള്ളിയിൽ ചെന്ന് ക്രിസ്ത്യാനികളോട് പറഞ്ഞു, ടു ബോൺ ഇൻ ദ ചർച്ച് ഈസ് ഗുഡ് ബട്ട് നെവർ ഡൈ ദെയർ എന്നാണ്. പള്ളിയിൽ ജനിക്കണം, പള്ളിയിൽ മരിക്കരുതെന്ന് അവരെ ഓർമ്മിപ്പിച്ചത്. പള്ളിയിൽ ജനിക്കണം, പള്ളിയിൽ മരിക്കരുതെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് പള്ളിയുടെ ഉള്ളിൽ പ്രസവ വാർഡ് വയ്ക്കണമെന്നാണോ? ഒരു ലേബർ വാർഡ് വയ്ക്കണമെന്നാണോ? അല്ല. അതിന്റെ അർത്ഥം സ്ഥൂലാർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കരുത്. പള്ളിയിൽ ജനിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്നും ആരംഭിക്കണം ഭക്തി, പക്ഷെ പള്ളിയിൽ വെച്ച് അവസാനിപ്പിക്കരുത്.
പിന്നീട് പള്ളി എന്ന് പറയുന്നത് ഓരോ വ്യക്തിയായി തീരണം. ഇതാണ് വിവേകാനന്ദ സ്വാമികളെ ഉദ്ദേശിച്ചത്. വാസ്തവത്തിൽ നമ്മളോടായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷെ അന്നത്തെ ഹിന്ദുക്കൾ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സുള്ളവരായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അമേരിക്കയിൽ പോയി പറയേണ്ടി വന്നു. അപ്പോ നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് ക്ഷേത്രങ്ങളിൽ നിന്ന് തുടങ്ങി പടിപടിയായിട്ട് ഉയർന്ന് അങ്ങനെ പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. ഓരോ പടികളും കടന്ന് വാസ്തവത്തിൽ ഞാനും നിങ്ങളും ശിവമാണെന്ന പരമസത്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ലയിപ്പിക്കാൻ സാധിക്കുമ്പോഴാണ് ഈ ജീവിതത്തിന്റെ ചക്രം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അത് പറഞ്ഞൊരു അവതാരമൂർത്തിയാണ് ബുദ്ധൻ എന്നവരെയാണ്. പിന്നീട് 22ാമത്തെ അവതാരമായിട്ട് ഈ കലിയുഗത്തിൽ ഭഗവാൻ കൽക്കിയായിട്ട് അവതരിക്കുന്നതാണ്. കൽക്കി എന്ന് പറഞ്ഞാൽ ആകെ കലക്കുന്നവന് എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും തന്നെ എന്ന് പറയാണ്. കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാക്കുന്നവരെയാണ് കൽക്കി എന്ന് പറയുക. ആകെ കലക്കുന്നവന്. പിന്നെ നമുക്ക് നീ സംശയിക്കാനുള്ളത് നമ്മളൊക്കെ ഓരോ അവതാരങ്ങൾ തന്നെയാണ്. ഇവിടെ കൊണ്ട് പറഞ്ഞപ്പോ ഭഗവാൻ ഇവിടെ പറയുന്നത് വേറൊരു അവതാരമുണ്ട്. ഭഗവാൻ ഒരു ദിവസം അവതരിക്കുന്നതാണ്. എന്ന് അവതരിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും 12ാമത്തെ സ്കന്ധത്തിൽ അത് പറയുന്നുണ്ട് ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച്. അത് പറഞ്ഞ ഉടനെ തന്നെ വ്യാസർക്ക് മനസ്സിലായി ആളുകൾ ഇവിടെയും കൊണ്ട് ഒതുക്കുന്നുള്ളത്. അതുകൊണ്ട് പറഞ്ഞു, അവതാരാഹി അസംഖ്യേയ ഹരേ സത്വനിദേബ്ദിജ യഥാവിദാസിനക്കുല്യ സരസ്യോ സഹസ്രശ. ഒരു സാഗരത്തിൽ നിന്നും അനേകം പുഴകൾ പുറപ്പെടുന്നത് പോലെയാണ് അവതാരങ്ങൾ. പുഴകളൊക്കെ അനവധിയായിരിക്കും, പക്ഷെ സാഗരം ഒന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എളുപ്പം പറഞ്ഞാൽ അത് മനസ്സിലാവും. ഇപ്പൊ അറേബ്യൻ കടല്, ഈ കേരളത്തിന്റെ ബോർഡറിലുള്ള അറബിക്കടല്, തിരുവനന്തപുരം മുതൽ നിങ്ങളങ്ങനെ തലശ്ശേരി കാസർഗോഡിന്റെ അടുത്ത് വരെ പോകുമ്പോൾ നിങ്ങൾ നോക്കൂ, ഓരോ ഡിസ്ട്രിക്റ്റിലും ഈ സാഗരത്തിൽ നിന്ന് എത്ര പുഴകൾ പോകുന്നുണ്ട്. ഓരോ പുഴയുടെയും പേര് വ്യത്യാസമുണ്ട് അല്ലേ? പക്ഷെ അതിലൊക്കെ ഇരിക്കുന്ന വെള്ളം ഒരേ കടലിലെ വെള്ളമല്ലേ? ആകൃതിയിൽ രൂപം കൊണ്ടും അതിന്റെ ഒഴുക്കിന്റെ ഗതി കൊണ്ടൊക്കെ വ്യത്യസ്തമായിരിക്കാം ഈ പുഴകളുടെ പേരും രൂപമൊക്കെ. പക്ഷേ വെള്ളം എല്ലാത്തിലും ഒരേ അറബിക്കടലിലെ വെള്ളം തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. കേരളത്തിൽ തിരുവനന്തപുരത്തൂടെ ഒഴുകുമ്പോൾ നമ്മൾ അതിന് ഒരു പേര് വിളിക്കും, അത് ആലപ്പുഴയ്ക്ക് വരുമ്പോൾ മറ്റൊരു പേര് വിളിക്കും, കൊല്ലത്തേക്ക് വരുമ്പോൾ വേറൊരു പേര് വിളിക്കും. ഇങ്ങനെ വിളിച്ച് അവസാനം തലശ്ശേരി എത്തുമ്പോൾ മറ്റൊരു പേര് വിളിക്കും. ഇങ്ങനെ അനേകായിരം പേരുകൾ വിളിക്കുമ്പോഴും വെള്ളം ഒരേ ഒരു വെള്ളം തന്നെ. ഇതുപോലെ നമ്മളൊക്കെ രൂപം കൊണ്ടും നിറം കൊണ്ടും ആകൃതി കൊണ്ടും ഒക്കെ വ്യത്യസ്തരാണെങ്കിലും നമ്മളെ ഓരോരുത്തരും നമ്മളെ ആക്കിത്തീർക്കുന്ന ചൈതന്യം ഒന്നു തന്നെയാണെന്ന പരമാർത്ഥം നമ്മൾ വിട്ടുപോകരുത് എന്ന് പറയാണ്. ഒരേ സത്യത്തിന്റെ ചരടിലാണ് നമ്മളാകുന്ന വ്യത്യസ്ത പൂക്കളെ കോർത്തിരിക്കുന്നതെന്ന പരമാർത്ഥം. അവതാരാഹി അസംഖ്യേയ, അവതാരങ്ങൾ അസംഖ്യമാണെങ്കിലും അത് സൂക്ഷ്മമായി ഒന്നു തന്നെയാണെന്ന പരമാർത്ഥം നല്ലവണ്ണം ഉറപ്പിച്ചു വെക്കുമെന്നാണ്. ഇത് ഹിന്ദുമതത്തിന്റെ മറ്റൊരു വലിയൊരു വിഷമം പിടിച്ചൊരു കാര്യമാണ്. അനവധി അവതാരങ്ങളെ ഈ അനവധിയായിട്ട് നമ്മൾ കാണുന്നു എന്നുള്ളത്. ഏതായാലും 4ാമത്തെ സ്കന്ധത്തിൽ അത് കൂടുതൽ നമുക്ക് വിസ്തരിക്കാം. ഇത്രയും പറഞ്ഞു. അതുകൊണ്ട് ആരൊക്കെയാണ് അവതാരങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഋഷയോ മനവോ ദേവാ മനുപുത്ര മഹോജസ കലാ സർവേ ഹരേരേവ സപ്രജാപതയസ്തദാ. ഋഷയോ ഋഷീശ്വരന്മാര് ഭഗവാന്റെ അവതാരങ്ങളാണ്. മനവോ മനുക്കന്മാര് ഭഗവാന്റെ അവതാരങ്ങളാണ്. മനുപുത്ര മനുവിന്റെ പുത്രന്മാര് ഭഗവാന്റെ അവതാരങ്ങളാണ്. എല്ലാം എല്ലാവരും ഭഗവാന്റെ കലാവതാരങ്ങളാണ്. കലാവതാരം എന്ന് പറഞ്ഞാൽ നമ്മളിലൊക്കെ ഭഗവാന്റെ അംശമുണ്ടെങ്കിലും നമുക്ക് ആ ഭഗവാൻ കൂടെയുണ്ടെന്ന ബോധ്യം ഇങ്ങോട്ട് ഉറപ്പ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് കല എന്ന് വിളിക്കുക. കല എന്ന് പറഞ്ഞാൽ ഇത്തിരി ആ ചൈതന്യമുണ്ടെന്ന് തോന്നൽ വരുമ്പോഴും നമുക്ക് തോന്നുന്നു ജീവൻ എന്ന് പറയുന്നത് വേറെയാണെന്നാണ്. ഏതായാലും അങ്ങനെയുള്ള ആ ഭഗവത് ചൈതന്യം കൂടുതൽ സ്പഷ്ടമായത് വ്യക്തമാക്കിയ അവതാരമൂർത്തിയാണ് ഏത് പറയുന്നു. ഏതേ ചാംശകലാ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അതുകൊണ്ട് ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ബോധ്യം വരും എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ഉപസംഹരിപ്പിക്കുകയാണ്. അങ്ങനെ 3ാമത്തെ അധ്യായം ഉപസംഹരിപ്പിച്ചതിന് ശേഷം 4ാമത്തേതിലേക്ക് കടക്കണം. ഈ അധ്യായത്തിലാണ് ഭാഗവതം വ്യാസര് ശ്രീശുകൻ പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നത്. കേവലം പശുവിനെ കറക്കുന്ന നിമിഷം മാത്രം ഒരിടത്ത് നിൽക്കുന്ന ശ്രീശുക ബ്രഹ്മർഷി എന്തിനാണ് ഭാഗവതം കേട്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇനി വരാൻ പോകുന്ന കലിയുഗത്തില് ആളുകൾക്കതുകൊണ്ട് പ്രയോജനപ്പെടും, അവരോടുള്ള കരുണ കൊണ്ടാണത്
കേട്ടത് എന്ന് പറയാണ്. അങ്ങനെ പരീക്ഷിത്ത് രാജാവിന് ഒരിക്കൽ ശാപം കിട്ടുമെന്നും ആ ശാപത്തിന് ഈ ഭാഗവതം പ്രതിവിധിയെ തീരുമെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കാം ഭാഗവതത്തെ തനിക്ക് ആവശ്യമില്ലാതിരുന്നിട്ട് പോലും പിതാവിൽ നിന്നും കേട്ടത് ശ്രീശുക ബ്രഹ്മർഷി എന്നാണ്. അവൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ഈ ഭാഗവതം എവിടെ കിട്ടി വ്യാസർക്ക് എന്ന്. പറഞ്ഞു 17 പുരാണങ്ങൾ രചിച്ചിട്ടും അദ്ദേഹത്തിന് മനസ്സിന് സംതൃപ്തി വന്നില്ല എന്നാണ്. അപ്പൊ ഒരിക്കല് ബദരിക ആശ്രമത്തിനടുത്തുള്ള സരസ്വതി നദീതീരത്ത് എപ്പോഴെങ്കിലും ജീവിതത്തിൽ സമയം കിട്ടുമ്പോൾ അവിടേക്കൊന്ന് പോവുക. ആ ബദരിക ആശ്രമത്തിനടുത്തുള്ള സരസ്വതി നദീതീരത്ത് ഇപ്പോഴും വ്യാസഗുഹയൊക്കെ നിറഞ്ഞിരിക്കുന്നു. അവിടെ വെച്ചിട്ട് അദ്ദേഹം ധ്യാനത്തിനിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ ഒരു അശരീരി, എന്താ അശരീരി, എന്തോ ഇനി ചെയ്യാൻ ബാക്കിയുണ്ടെന്ന്, എന്തോ പണി ബാക്കിയൊക്കെയുണ്ട് ഞാൻ, ഇനിയും എന്തോ എനിക്കൊന്ന് ചെയ്യാനുണ്ട് എന്നുള്ളത്. ഈ ഒരു വിഷമം അദ്ദേഹത്തെ മതിച്ചപ്പോ അതാ അവിടെ എത്തിച്ചേരുന്നു നാരദ മഹർഷി. ആ പാദത്തിൽ വീണു. ഉടനെ നാരദ മഹർഷി പറഞ്ഞു, അങ്ങ് വലിയ പണ്ഡിതനാണ്, ജ്ഞാനിയാണ്, പലതും എഴുതി വെച്ചിട്ടുണ്ട്, എന്നാലും മുഖത്ത് നോക്കും എന്തോ ഒരു ദുഃഖം കളിയാടുന്നു, എന്താ മഹർഷി അത് എന്ന് പറഞ്ഞു. എനിക്കെന്നെ അറിയില്ലല്ലോ എന്താ എന്റെ ദുഃഖം എന്നുള്ളത്, അങ്ങൊന്ന് എനിക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങ് പലതും രചിച്ചിട്ടുണ്ടെങ്കിലും ഭാഗവതത്തെ പോലൊരു കൃതി ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങക്ക് സമാധാനമില്ലാത്തത്. അങ്ങ് രചിച്ചതൊക്കെ നല്ലത് തന്നെ, പക്ഷെ ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടക്കുളങ്ങളാണ് എഴുതി വെച്ചതെന്ന്. പൊട്ടക്കുളം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരൊന്നും കുളിക്കില്ല എന്ന് വെച്ചാൽ ആരും എടുത്ത് വായിക്കാത്ത കുറെ പുസ്തകം എഴുതി വെച്ചിട്ട് എന്ത് കാര്യമുണ്ട്? ഇല്ല, ഇന്നത്തെ ആളുകൾ എഴുതി വെക്കുന്ന പോലെ തീസിസ് എഴുതുന്ന പോലെ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അതാരാ വായിക്കുന്നത് ചോദിച്ചാൽ അവരെന്നെ വായിക്കേണ്ടത് സംശയമാണ്. ഒരു ചിത്രകാരൻ പണ്ടൊരു ചിത്രം വരച്ചു, ഗംഭീരമായ മോഡേൺ ആർട്ട്, വളരെ മനോഹരമായിട്ടുള്ള ആർട്ട്. അപ്പൊ ഇത് കാണാൻ വന്നു വലിയ വലിയ VIP-കൾ. അങ്ങനെ അവരൊക്കെ കണ്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. കുറെ കാലത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരിക്കൽ അമേരിക്ക ചെന്നപ്പോൾ ഇദ്ദേഹം വരച്ചു വെച്ചിരിക്കുന്ന ആർട്ട് കാണാൻ പോയി. അപ്പൊ അദ്ദേഹം ഉണ്ട് അവിടെ. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, കുറെ വരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി വരച്ചിട്ടുണ്ട്, എന്താ ഇതിന്റെ അർത്ഥം, എന്താ ഇതിന്റെ പിന്നിലുള്ള മീനിങ്? അപ്പൊ ഈ ചിത്രകാരൻ പറയാണ്, ഇത് വരയ്ക്കുന്ന സമയത്ത് ഇതിന്റെ മീനിങ് രണ്ടാൾക്കറിയായിരുന്നു എന്ന്. ആർക്കൊക്കെയായിരുന്നു? ഒന്ന് എനിക്കും ഒന്ന് ദൈവത്തിനൊന്ന്. ഇപ്പൊ എനിക്കറിയില്ല, ദൈവത്തിനറിയാന്ന്. എന്നുവെച്ചാൽ അയാളെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാന്ന്. അങ്ങനെ ഒരു ചിത്രം വരച്ചു വെച്ചിട്ട് എന്ത് കാര്യമുണ്ട്? അങ്ങനെ രചന എഴുതി വെച്ചിട്ട് എന്ത് കാര്യമുണ്ട്? അതുകൊണ്ട് വ്യാസരെ അങ്ങ് ഭാരതം എഴുതിയിട്ടുണ്ടെങ്കിലും അതേയാളൊന്നും എടുത്ത് വായിക്കാൻ പോകില്ല. പിന്നെ അന്ധവിശ്വാസത്തിന്റെ ലോകത്തിലേക്കാണ് കലിയുഗം പോകുന്നത്. എന്താ അന്ധവിശ്വാസം? വീട്ടിൽ ഭാരതം വെച്ചാൽ കലഹം വരും എന്നുള്ളത് ശരിയാണ്. അതിനത്രയും സ്ഥലം വേണം, വേറെ എവിടെയും സ്ഥലമില്ല. അതിപ്പോ വീട്ടിൽ സ്ഥലം തന്നെ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് ലോകം പോകുന്നത്. അപ്പൊ വേണ്ട പുസ്തകങ്ങളൊന്നും അവർ വീട്ടിൽ വെക്കില്ല. മനോരമ വീട്ടിൽ വെച്ചാൽ കലഹം ഉണ്ടാവില്ല, മാതൃഭൂമി വെച്ചാൽ കലഹം ഉണ്ടാവില്ല, ഭാരതം വെച്ചാൽ കലഹം ഉണ്ടാവുമെന്ന് വരാൻ പോകുന്നൊരു കാലമാണ്. എന്തോ വ്യാസരെന്ന് എഴുതി വെച്ചിരുന്നു TV വീട്ടിൽ വെച്ചാൽ കലഹം ഉണ്ടാവും എന്നുള്ളത് എഴുതിയിരുന്നു എങ്കിൽ നമ്മൾ പിന്നെ വ്യാസരുടെ ഒരു കൃതി എടുത്ത് വായിക്കില്ലായിരുന്നു. എന്തോ അന്ന് അദ്ദേഹം എഴുതി വെച്ചില്ല. എന്തായാലും ഭാരതം വെച്ചു കഴിഞ്ഞാൽ വീട്ടിലുള്ള കലഹം തീരുന്നതാണ് ഭാരതത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കൃതികൾ എഴുതി വെച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ആളുകളുടെ ഉള്ളിൽ ഉള്ള വിഷമങ്ങളും ദുഃഖങ്ങളും മറന്ന് അവരെ അതിൽ നിന്നൊക്കെ ഉയർത്താൻ പറ്റുന്ന വളരെ ലളിതമായൊരു കൃതി രചന ചെയ്യൂ. അതായിരിക്കും അവരുടെ ജീവിതത്തിൽ അങ്ങേക്ക് ചെയ്യാവുന്ന വലിയ അനുഗ്രഹം. ഇവിടെ ചോദിച്ചു, എനിക്കൊന്നും മനസ്സിലേക്ക് വരുന്നില്ലല്ലോ. പറഞ്ഞു കൊടുക്കുകയാണ്, വാസുദേവസ്യ മഹിമ അനുവർണിത. വാസുദേവന്റെ മഹിമയെ, എല്ലാവരെയും എല്ലാവരാക്കി തീർക്കുന്ന വാസുദേവനിലേക്ക് മനസ്സിനെ ഉയർത്തുന്ന വാസുദേവ മഹിമയെ പറഞ്ഞു കൊടുക്കൂ, അങ്ങനെ ഒരു കൃതി ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഭാഗവതത്തെ സ്മരിക്കാൻ പറയാണ്. അപ്രകാരം തൈവാഭിസർഗോ ജനതാഗസം വിപ്ലവോ യസ്മിൻ പതി ശ്ലോകമബദ്ധവത്തഭി നാമാനി അനന്തസ്യ ശോങ്കിതാനിയൽ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. സാധാരണ ജനങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഭക്തിയുണ്ടായി അവർക്ക് വിഷമങ്ങളെ ദുഃഖങ്ങളെ പരിഹരിക്കാൻ സാധിക്കുന്ന ലളിതമായ രചന ചെയ്യൂ എന്ന് പറഞ്ഞ് ഈ ഭാഗവതത്തെ രചിക്കാൻ പ്രേരണയും പ്രചോദനവും കൊടുക്കാൻ. ഇത് കേട്ടപ്പോ വേദവ്യാസ ഋഷി ചോദിക്കുകയാണ്, നാരദരെ അങ്ങയ്ക്കിത് എവിടുന്നാ കിട്ടിയത് എന്ന് അതൊന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പൊ പറഞ്ഞു, എന്റെ ജീവിതത്തിന് പിന്നിലൊരു രഹസ്യമുണ്ട്. അതെന്താണ്? ഈ ശരീരം എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ശൂദ്രനായിട്ട് ജന്മമെടുത്തു. അച്ഛൻ ആരാന്നറിയില്ല. ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ ദാസിവേല ചെയ്യുന്ന അമ്മയുടെ പുത്രനാണ്. അത്രേ എനിക്കറിയുള്ളൂ. അമ്മയുടെ വാലും തൂങ്ങി ഞാൻ അവിടെ പോവും. അമ്മ ഓരോ പണികളിൽ ഏർപ്പെടുമ്പോൾ ഞാൻ അവിടെ ഇരിക്കും. അങ്ങനെ ആ ബ്രാഹ്മണൻ വല്ലതും പറയും. അങ്ങനെ കാലം മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ എന്റെ ഉള്ളിൽ എന്തോ ആത്മീയമായൊരു സംസ്കാരമൊക്കെ ഉണർന്നു വന്നു.
ഒരുപക്ഷെ അവരുമായിട്ടുള്ള സംസർഗം കൊണ്ടാവാം. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അവിടെ ചാതുർമാസികാലം, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ മാസങ്ങളെയാണ് ചാതുർമാസി എന്ന് പറയും, മഴക്കാലം. ഈ സമയത്ത് മഹാത്മാക്കൾ എവിടെയെങ്കിലുമൊക്കെ കൂടിച്ചേർന്ന് സത്സംഗങ്ങൾ നടത്തും. ഈ ബ്രാഹ്മണ ഗൃഹത്തിലും കുറെ മഹാത്മാക്കൾ എത്തിച്ചേർന്നു. അപ്പൊ അവരിങ്ങനെ സത്സംഗം നടത്തുമ്പോൾ എന്നോട് ആ ബ്രാഹ്മണൻ പറഞ്ഞു, കുട്ടി വേണട്ടോ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാൻ, അതുകൊണ്ട് കുട്ടി അതിനൊക്കെ ഉത്സാഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ എടുത്തു കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക, ഇതൊക്കെ ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവരിങ്ങനെ പുരാണങ്ങളും ഭാഗവതമൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി. എനിക്ക് അതിലേക്ക് വല്ലാത്തൊരാകർഷണത്വം വന്നു. എന്റെ മനസ്സതിലൊക്കെ ലയിക്കാൻ തുടങ്ങി. എന്തിനു പറയുന്നു, എനിക്ക് വേഗം ബോധ്യം വന്നു, നമ്മളൊക്കെ സ്നേഹിക്കേണ്ടത് ഭഗവാനെയാണെന്നും ഭഗവാനില്ലെങ്കിൽ നമ്മളൊക്കെ വട്ടപൂജ്യങ്ങളാണെന്നുമുള്ള പരമാർത്ഥം ബോധ്യം വന്നു. അപ്പൊ എനിക്ക് തീവ്രമായൊരാഗ്രഹം, ആ ഭഗവാനെ സ്നേഹിച്ച് അതിൽ മനസ്സിനെ ഉറപ്പിക്കാൻ എന്താ മാർഗം എന്ന് ഞാനൊരു കാര്യം നിശ്ചയിച്ചു. മഹാത്മാക്കൾ പോകുമ്പോൾ അവരെ പുറകിൽ അങ്ങോട്ട് പോയാൽ എന്താന്ന്. അങ്ങനെ ഞാൻ പോവാൻ തയ്യാറായപ്പോ എന്റെ അമ്മ എന്നെ പിടിച്ചിട്ട് പറഞ്ഞു, കുട്ടി, നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത്, നീ പോയാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത്, ഞാൻ പിന്നെ എന്തിനാ ഉണ്ണി ജീവിക്കുന്നത് എന്നൊക്കെ വിഷമത്തോട് പറഞ്ഞപ്പോ അമ്മ സ്നേഹത്താൽ എന്നെ ബന്ധിച്ചു കളഞ്ഞു. എനിക്ക് പോവാൻ പറ്റിയില്ല എന്റെ വ്യാസമഹർഷിയെന്ന്. പക്ഷെ ഭാഗ്യം എന്നെ കടാക്ഷിച്ചു. ഒരു ദിവസം പശുവിനെ കറക്കാൻ പോയ അമ്മ തിരിച്ചു വന്നില്ല. ചെന്ന് നോക്കുമ്പോ എന്താണ്, നല്ല വിഷമുള്ള ഒരു പാമ്പ് കടിച്ച് അമ്മ മരിച്ചിരിക്കുന്നു. ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചു, എന്തൊരു ഭാഗ്യമാണ് എന്നോട് ചൊരിഞ്ഞിരിക്കുന്നത്, ഇപ്പൊ ഒന്ന് പിടിയിൽ നിന്ന് ഞാൻ മുക്തനായല്ലോ എന്ന്. അപ്പോ ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും മനസ്സിലിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ കുട്ടികളെയൊക്കെ സ്നേഹിച്ചാൽ അവരിപ്പോ വിചാരിക്കും, അമ്മയില്ലാത്ത ജീവിതം എത്ര കഷ്ടം എന്നുള്ളത്. സ്നേഹം എന്ന് പറയുന്നത് അതിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുള്ളൂ. ഓരോരുത്തർക്കും അവരവരുടെ വിഷമങ്ങൾ മറ്റൊരാൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ അധികം ആൾ അവിടെ നിൽക്കില്ല. അപ്പം വേഗം പ്രാർത്ഥിക്കും, ഈശ്വര ഒന്നുകിൽ അവരെ കൊണ്ടുപോകണേ, അല്ലെങ്കിൽ ഞങ്ങളെ വേഗം മാറ്റണേ എന്നുള്ളത്. ഇതൊക്കെയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥന നടത്തുക. വിഷമങ്ങളുണ്ടെങ്കിൽ ആരും, കുട്ടികളാവുമ്പോണ്ടല്ലോ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ വല്ല ടീച്ചർമാരും വല്ലാതെ അടിക്കുന്നുണ്ട്, വല്ലാതെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ പ്രാർത്ഥിക്കുക, ഈശ്വര അയാൾ ഡെയിലി വരണമെന്ന് പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ഇല്ലാന്ന് നിങ്ങളൊന്നും പറയണ്ട. ഈശ്വര അന്ന് ആ ടീച്ചർ വരരുതേ എന്ന്, അവർക്ക് വല്ല പനിയും വരണേന്ന്, അസുഖം വരണേന്ന്. കാരണം നമ്മുടെ ജീവിതത്തിൽ വേദന ഉണ്ടാക്കുന്നവരാർക്കും ഇഷ്ടമല്ല, അത് ജീവിതത്തിൽ വെറുപ്പുണ്ടാക്കുമെന്ന് പറയാൻ. ഏതായാലും ഇങ്ങനെ നാരദ മഹർഷി വിചാരിച്ചു, അമ്മയുടെ പിടിയിൽ നിന്നും ഞാൻ മുക്തനായല്ലോ. അത് മനസ്സിലാക്കിയതും ആ ഒരു പരമാർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി അവിടെ നിന്നും ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ഒരു സ്ഥലത്തെത്തി, സരസ്വതി നദി തീരത്തെത്തി, കയ്യും കാലൊക്കെ കഴുകി. അവിടെ വലിയൊരു ആൽവൃക്ഷം, അതിന്റെ ചുവട്ടിൽ ആ മഹാത്മാക്കളിൽ നിന്ന് കേട്ടപ്രകാരം ധ്യാനനിരതനായിട്ടിരുന്നു. തന്റെ മനസ്സിൽ പീതാംബരധാരിയായിട്ട്, അതുപോലെ വനമാല ധരിച്ചുകൊണ്ട്, ശംഖചക്രകളെ ധരിച്ചുകൊണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട്, കാരുണ്യത്തോടുകൂടി തന്നെ നോക്കുന്ന വിഷ്ണുവിന്റെ രൂപത്തെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്, നാമവും ചൊല്ലിക്കൊണ്ട്, കണ്ണു തുറക്കാതെ ഉറങ്ങാതെ അങ്ങനെ പിടിച്ചു നിന്നു എന്നാണ്. അങ്ങനെ അത് ലയിച്ച് അതിലങ്ങോട്ട് നിന്നപ്പോ ലോകം പോലും മറന്നുപോയി. പിന്നെ ഈ ലോകചിന്തയൊന്നും വന്നില്ല. നമ്മളൊക്കെ ഗുരുവായൂരമ്പലത്തിലോ തുടങ്ങിയുള്ള അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ ഇവിടെ തന്നെ നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ടാവും. ചില സമയത്ത് നമ്മൾ ആ നടയിലെത്തുമ്പോൾ ആ ഭഗവാന്റെ ആ ഭംഗിയിൽ നമ്മളെ കുറച്ചുനേരം മനസ്സങ്ങോട്ട് ആകർഷിച്ച് ലയിക്കുമ്പോൾ ലോകമെല്ലാം മറന്നുപോകും. നമ്മൾ പിന്നെ ഒരു ചിന്തയും മനസ്സിൽ വരില്ല. അങ്ങനെ എല്ലാം മറന്നുകൊണ്ട് ഏതോ ലോകത്തിലെത്തുന്ന ഒരു മനസ്സിന്റെ അനുഭൂതി ആ നാരദ മഹർഷി അനുഭവിച്ചു പ്രിയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്റെ ഹൃദയത്തിലുള്ള രൂപം കാണുന്നില്ല. അങ്ങനെ അസ്വസ്ഥനായിട്ട് നോക്കുമ്പോൾ കാണുന്ന ചിത്രം താൻ ഏതൊരു രൂപത്തെയാണോ മനസ്സിൽ ധ്യാനിച്ചുറപ്പിച്ചത്, അതാ വനമാലയും പീതാംബരവും ധരിച്ചുകൊണ്ട്, ശംഖചക്ര ഗതകളെ ധരിച്ചുകൊണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട് ആ രൂപം തന്റെ മുന്നിൽ നിൽക്കുന്നു. ആ പാദങ്ങളിൽ വീണപ്പോ ഭഗവാൻ പറയുകയാണ്, കുട്ടി, ഇനി നിനക്കെന്നെ കാണാൻ പറ്റില്ല, നിന്റെ മനസ്സിൽ ഇപ്പോഴും കൽമഷങ്ങൾ വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് ഇനിയും സത്സംഗം ചെയ്ത് മനസ്സിനെ ദൃഢമായ ഭക്തിയിലേക്ക് ഉണർത്തൂ. നിനക്ക് ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ അടുത്ത ജന്മം എന്റെ പാർഷദനായിട്ടുള്ള ജന്മം കിട്ടും എന്ന് പറഞ്ഞ് അനുഗ്രഹീതനായി എന്നെ പറഞ്ഞയച്ചു. ഇന്നിതാ ഞാൻ അനുഗ്രഹീത ജന്മമെടുത്ത് വന്നിരിക്കുന്നു, ഭഗവാന്റെ പാർഷദനായ നാരദരായിട്ട് വന്നിരിക്കുന്നു. നാരദൻ എന്ന പദത്തിനർത്ഥം നാം മനസ്സിലാക്കിയ അർത്ഥത്തിലല്ല ഭാഗവതം പറയുന്നത്. നമ്മൾ നാരദെന്ന് പറയുമ്പോൾ നോട പറയുന്ന ഏഷണിക്കാരെന്നുള്ള അർത്ഥത്തിലാണ്. ചില ആളുകളെക്കുറിച്ച് നമ്മളങ്ങനെ പറയാൻ, നാരദരെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ നമ്മൾ എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത്. അപ്പൊ നാരദൻ എന്ന പദത്തിനർത്ഥം ഇവിടെ നാരം ദദാതി ഇതി നാരദൻ എന്നാണ്. നാരെന്ന് പറഞ്ഞാൽ
അറിവിനെ കൊടുത്ത് മറ്റുള്ളവരെ തളർന്ന മനസ്സിനെ ഉണർത്തുന്നവനാണ് നാരദൻ. അല്ലെങ്കിൽ എല്ലാവരെയും ഭക്തിയിലേക്ക് നയിക്കുന്നവൻ നാരദൻ. ഇപ്രകാരം അനുഗ്രഹിച്ചു.